നമുക്കൊരു കാര്യം ചെയ്യാം. അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താൽ എന്താ? ഈ രാജാപാത്ത് വേഷമൊക്കെ അവിടെ എങ്ങനെ പോകുന്നത്? അതൊന്നും ശരിയാവില്ല. ഹൈമന്യൂത്തോ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ ചർച്ചയ്ക്ക് വേണ്ടി വന്നാണ്. ഈ ഹൈമന്യൂത്തോ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഞാനില്ല. ഈ ക്ലിപ്പ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പോലും അവരുടെ ഇന്ത്യൻ അല്ലെങ്കിൽ മലങ്കര എന്ന് പറയുന്ന ഐഡന്റിറ്റി തിരിച്ചു കിട്ടും. അവിടെ നഷ്ടമാകുന്നത് നമുക്ക് മാത്രമായിരിക്കും. അതൊരു വേദനയോടെ കാത്തിരുന്ന് കാണുക എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. പ്രോഗ്രസീവായ കമൻസ് ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എൻ്റെ അഭിപ്രായത്തോട് ചേർന്ന് ഒരു ചർച്ചയായതുകൊണ്ട്, ഹൈമന്യൂത്തോ എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് കൂടി ആയതുകൊണ്ട്, ഒരു പഠന ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിനെ ഒരു പഠന നിലവാരത്തിൽ സമീപിക്കും എന്ന് വിചാരിക്കുകയാണ്. ജസ്റ്റ് അവരുടെ മെത്രാൻ കക്ഷിക്കാർക്കിടയിലേക്ക് പോകണം എന്നാണോ അച്ഛൻ തിരിച്ചു പറയുന്നത് ചോദിക്കുന്ന മറുപടികൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എങ്ങനെ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി ഇനിയെങ്കിലും ഇത് ഹൈമന്യൂത്തോ എന്ന് പറഞ്ഞ ഒരു ചർച്ചാ ഗ്രൂപ്പിൽ വന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. ആരുടെയാണെന്ന് അറിയത്തില്ല. ഈ വോയിസ് ക്ലിപ്പിൽ നിന്നത് ഒരു അച്ഛനാണെന്ന് മനസ്സിലായി. മെത്രാൻ കക്ഷിക്കാരെന്ന് പറയുന്നതുകൊണ്ട് യാക്കോബായിലെ അച്ഛനാണെന്നും മനസ്സിലായി. ഇങ്ങനെ ക്ലിപ്പുകൾ ഉണ്ടാകുന്നതിന് ഒരു അവസാനമില്ലെന്ന് ശലോമോൻ പറഞ്ഞ പോലെ അധികം ക്ലിപ്പുകൾ കേൾക്കുന്ന ക്ഷീണം തന്നെ. മകനെ, നീ അധികം ക്ലിപ്പുകൾ കേൾക്കാതെ മൂത്രം ഒഴിച്ചിട്ട് കിടന്നുറങ്ങുക എന്ന് ശലോമോൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ക്ലിപ്പ് ഇച്ചിരി നേരം കേൾക്കാം, അധികം ക്ഷീണിക്കണ്ട എന്ന് പറയുന്ന ക്ലിപ്പുകൾ ഓരോന്നുണ്ടാകുന്നതിന് അവസാനം ഇപ്പൊ ആരാണ്ട് ബാക്കിയുടെ സഭാപ്രസംഗിക്കാത്തുണ്ട്. വടക്കമ്പലൂർ പള്ളിയിലാണെങ്കിൽ അബ്ദുൽ ജലീൽ ബാബയുടെ ചിത്രമുണ്ട്. അതുപോലെ തന്നെ ചക്രള ബസേലിയസ് ബാബയുടെ ചിത്രം നമ്മുടെ ചിറളയും സെന്റ് ലാസറസ് പള്ളിയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇത്രയൊക്കെ ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് ആ കാലത്ത് അവർ ജീവിച്ചിരുന്നവരുടെ ഛായാചിത്രങ്ങൾ പണ്ഡിതനായ ഒരു പ്രഗത്ഭനായ ഒരു അച്ഛന്റെ ശബ്ദമാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഒരു പതിവുണ്ടായിരുന്നു. ആളാരാന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് പേര് പറയാതെ നിങ്ങൾ അത് മനസ്സിലാക്കാം. ഏതായാലും മാർത്തോമ ഒന്നാമന്റെ വേഷവിധാനങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ വേഷവിധാനങ്ങളാണ്. അതിൽ യാതൊരു സുറിയാനി പാരമ്പര്യം നമുക്ക് കാണാനില്ല. പ്രത്യേകിച്ച് ഒരു അന്ത്യോക്യൻ ട്രഡീഷൻ നമുക്ക് കാണാനില്ല. അതിലെ ഡ്രസ്സിങ് പാറ്റേൺസ് എല്ലാം നമുക്കറിയാവുന്ന പോലെ വളരെ വ്യത്യസ്തമായ ഒരു ഷീമൻ രീതി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കൊരു കൽദായ രീതിയെക്കുറിച്ച് പറയാൻ പറ്റുമായിരിക്കും. ഒരു കാൽഡിയൻ സോഴ്സ് ഓഫ് ഡ്രസ്സും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ റോമൻ വസ്ത്രങ്ങൾ, അതായത് അൽമത്തി തുടങ്ങിയ എല്ലാ വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ടുള്ള ഒരു വേഷവിധാനമാണ് നമുക്ക് അതിനകത്ത് കാണാനുള്ളത്. അതിലൊരു പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിലെ വസ്ത്രങ്ങളുടെ രീതികൾ ഇങ്ങനെയാണ് എന്ന് നമ്മൾ വിചാരിക്കുക. ഇതെല്ലാം ഒരു കോപ്പി ചെയ്ത വസ്ത്രധാരണ രീതിയും കൂടിയാണ്. കാരണം അതെല്ലാം അന്ന് നിലവിലുണ്ടായിരുന്ന രീതികൾ കോപ്പി ചെയ്തെടുത്തിട്ടുള്ള വേഷവിധാനങ്ങളാണ്. അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് കൽദായക്കാരുടെ ഒരു നല്ല സ്വാധീനം കാണണം. പ്ലസ് അതിനോട് ചേർന്നൊരു നമ്മൾ ഈ പറയുന്ന പോർട്ടുഗീസുകാരുടെ, ലത്തീൻ കത്തോലിക്കയുടെ വേഷവിധാനം കാണണം. അപ്പോൾ ഈ വേഷവിധാനങ്ങളിലുള്ള ഒരു ഡ്രസ്സാണ് ഒന്നാം മർത്തോമായ വാഴിച്ച സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്നത് എന്ന് ന്യായമായിട്ട് നമുക്ക് ഊഹിക്കാം. കാരണം മലങ്കര സഭ കണ്ടിരിക്കുന്ന ഒരുപക്ഷെ ഒരു മേൽപ്പെട്ട വസ്ത്രം അതായിരിക്കാം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. ഏതായാലും ഈ വസ്ത്രം ഒന്നാം മർത്തോമ, ഈ പാറ്റേൺ ഓഫ് ഡ്രസ്സ് ഒന്നാം മർത്തോമ ധരിച്ചിട്ടുണ്ടാകണം. പിന്നീട് വന്നവരെ ധരിച്ചോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിത്രങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ പിന്നീട് കണ്ട ചിത്രങ്ങളെല്ലാം മെത്രാൻ കക്ഷിക്കാർ പിന്നീട് വരച്ചുണ്ടാക്കിയ ചിത്രങ്ങളാണ്. പിന്നീട് വന്ന ചിത്രമൊക്കെ മെത്രാൻ കക്ഷിക്കാർ വരച്ചുണ്ടാക്കിയാണ്. മർത്തോമ ഒന്നാമന്റെ ചിത്രം മാത്രം ഫോട്ടോ എടുത്ത് വെച്ചതായിരുന്നു. ആരും തെറ്റിദ്ധരിക്കരുത്, ഇതൊരു കാര്യമാണ് ചിത്രത്തെ ബേസ് ചെയ്തുകൊണ്ട്. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നൊരു ചിത്രം, വാസ്തവത്തിലുള്ള ആ ചിത്രം നമ്മൾ കാണുന്നത് തൊഴിയൂർ സഭയുടെ വിഭജന സമയത്താണ്. തൊഴിയൂർ സഭയുടെ മെത്രാപ്പൊലിത്തന്മാരെല്ലാവരും ഈ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. മലങ്കര മെത്രാപ്പൊലിത്തയുടെ വസ്ത്രം എന്ന് പറഞ്ഞ് അവർ ധരിച്ചതും ധരിച്ചു കഴിഞ്ഞതും ഇനി ധരിച്ചുകൊണ്ടിരിക്കുന്നതുമായ വസ്ത്രം അത് തന്നെയാണ്. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ തൊഴിയൂർ സഭയുടെ മെത്രാൻ ജോസഫ് കൂർലോസ് തിരുമേനി, അത് കഴിഞ്ഞ് ഇപ്പോഴുള്ള സിറിൽ ബസേലിയോസ്, ഇവരെല്ലാവരും ധരിക്കുന്ന വസ്ത്രം ഇത് തന്നെയാണ്. ഈ ഒരു പാറ്റേൺ ഓഫ് ഡ്രസ്സ് അവർ ധരിച്ചിട്ടുണ്ട്. ഇതേ വസ്ത്രം തന്നെ പിന്നെ നമുക്ക് കാണാവുന്നത് മാർത്തോമ സഭയിലാണ്. അത് ഇത്രയും ഒരു മാർത്തോമ സഭയൊക്കെ പാരമ്പര്യത്തിന്റെ അടയാളമായിട്ട് കുറിക്കൊള്ളുന്ന ഈ അച്ഛനെ നമസ്കരിക്കണ്ടേ? മാർത്തോമ സഭയൊക്കെ എന്നാ ഉണ്ടായത്? തൊഴിയൂർ സഭ എന്നാ ഉണ്ടായേ? പാരമ്പര്യം ഭയങ്കരമാണ്. പാറ്റേണൈസ് ചെയ്ത രീതിയിലുണ്ട് എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഏതാണ്ട് ഇതുപോലത്തെ ഒരു വസ്ത്രം അവരും ധരിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്കത് കാണാവുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മാർത്തോമ മെത്രാപ്പൊലിത്ത ആയിരുന്ന ക്രിസോസ്റ്റം തിരുമേനി. അദ്ദേഹം എപ്പോഴും ഈ ഡ്രസ്സിൻ്റെ മുകളിൽ ഒരു ഓവർകോട്ട് പോലത്തെ ഒരു ഡ്രസ്സ് ധരിക്കുമായിരുന്നു. അതായത് ഈ അൽമത്തി പോലത്തെ ഒരു പകുതി അൽമത്തി, കുട്ടിക്കപ്പ പോലത്തെ ഒരു ഡ്രസ്സ്, അദ്ദേഹത്തിൻ്റെ സാധാരണ മെത്രാപ്പൊലിത്തയുടെ വേഷത്തിന് മുകളിൽ ഇങ്ങനെ ഒരു വസ്ത്രം കൂടി അദ്ദേഹം ധരിക്കുമായിരുന്നു. മനസ്സിലായി. എന്നാ പിന്നെ ഞാൻ മറ്റേത് ഏത് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് സ്റ്റേജിൽ 3 വർഷം മനസ്സിൽ ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഇത് ഏത് വേഷമാണെന്ന്. ഞാൻ കാണിക്കാം വേഷം എന്താണെന്ന്. ഈ അച്ഛൻ പുകഴ്ത്തി പറയുന്നതും എന്തൊരു ഐശ്വര്യം, എന്തൊരു തേജസ്, എന്തൊരു വിനയം, എന്തൊരു ദൈവികത, എന്തൊരു കുലീനത്വം. ഈ വേഷം, ഇതുപോലൊരു സാധനമാണ് അച്ഛൻ സ്വപ്നം കാണുന്ന ആ വേഷം. ഈ വോയിസ് ക്ലിപ്പിന്റെ ഉദ്ദേശം ഈ പുതുതായി അഭിഷേകം ചെയ്യപ്പെട്ട ബസേലിയോസ് ജോസഫ് ബാവയെ ഇത് ഇടിപ്പിക്കണം. ഇതിനാണ് ഈ അച്ഛൻ ശ്രമിക്കുന്നത്. ഒരാളെ വിഡ്ഢിവേഷം കെട്ടിക്കാൻ വേണ്ടി
ഈ വേഷം കെട്ടിക്കാൻ വേണ്ടിയാണ് ഈ വോയിസ് ക്ലിപ്പ് കേട്ടോ. ബാക്കി കേക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പശ്ചാത്തലം പിടികിട്ടില്ലോ. അതൊരു പാരമ്പര്യമായിട്ട് നമുക്ക് തൊഴിയൂർ സഭയിലും അതുപോലെ തന്നെ ഈ പറയുന്ന മർത്തോമ സഭയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് തന്നെ മെത്രാങ്കക്ഷിക്കാരും ധരിക്കുന്നുണ്ട്. ഒക്കേഷണലാണ് എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷേ അവരിങ്ങനെ ഒരു ഡ്രസ്സ് അവരുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഈ 3 സഭാവിഭാഗങ്ങളും നമ്മളും കൂടി ചേർന്ന് 4 വിഭാഗങ്ങൾ ഒരു കാലത്ത് ഒരുമിച്ചായിരുന്നു. അന്ന് ഒരുമിച്ച് നമുക്കുണ്ടായിരുന്ന ഒരു പാരമ്പര്യ വസ്ത്രമാണിതെന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ നിർഭാഗ്യവശാൽ മറ്റു 3 സഭകൾ ഇത് പിന്തുടരുകയും നമ്മൾ ഇടക്കാലം വെച്ച് ഈ വസ്ത്രം വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. അവിടെയാണ് എൻ്റെ പ്രശ്നം. നമ്മൾ എന്തുകൊണ്ടാണ് സങ്കടം ഉണ്ടാക്കുന്ന കാര്യം കേട്ടോ. ചങ്ക് പൊടിഞ്ഞു പോകുന്നൊരു കാര്യം ഇത് വേണ്ടെന്ന് വെച്ചത്. ഈ വേഷം കൊണ്ട് അവരെന്താ ചെയ്യുന്നത്? ഈ വേഷം വെച്ച ഒരു കുർബാന ഇല്ലുന്നുണ്ടോ? ഈ വേഷം കൊണ്ട് എന്താ അവർ ചെയ്യുന്നത്? ഇങ്ങനെ ഇളിച്ചു പിടിച്ച് ഫോട്ടോ എടുക്കുമെന്നുള്ളതല്ലാതെ പരിശുദ്ധ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലുള്ള അംശവസ്ത്രങ്ങൾ ധരിച്ച് ആ സഭയുടെ ക്രമത്തിൽ ലിറ്റർജിയെ ആഘോഷിക്കുകയല്ലേ ചെയ്യുന്നത്. അച്ഛൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഒരു വേഷം ഇടയ്ക്ക് ഇങ്ങനെ കെട്ടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണമെന്നാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെയാണ് പാരമ്പര്യം. എത്ര വർഷത്തെ പാരമ്പര്യം ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഉണ്ടായത്? നിങ്ങളത് കാണണം കേട്ടോ. അതെ കണ്ടോ, എന്ത് രസം. ഈ വസ്ത്രം വേണ്ടെന്ന് വെച്ചത് ഒരു വലിയ ചോദ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പരിപൂർണ അന്ത്യോക്യൻ വൽക്കരണം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പരിശുദ്ധ സിംഹാസനവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെ തീവ്രമാണ് എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പൊ ഈ അച്ഛന്റെ ആ പ്രയോഗമാണ് അന്ത്യോക്യൻ വൽക്കരണം. എന്ത് വൽക്കരണം? ഇത് അന്ത്യോക്യൻ സഭയുടെ ഭാഗമായിരുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ് സ്വന്തമായിട്ട് ആകെ ഈ ഒരു ഡ്രസ്സാണുള്ളത്. ഈ അച്ഛന്റെ ഈ വോയിസ് ക്ലിപ്പ് ഒത്തിരി നീളമുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് നീളമുള്ളതുകൊണ്ട് ഞാനത് പ്ലേ ചെയ്തില്ല. നിങ്ങൾക്ക് ബോറായി പോവും. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഈ ക്ലിപ്പ് കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്യാം. അപ്പൊ അതിനകത്ത് അച്ഛൻ ഒരുപാട് വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇതാണ് ഒറിജിനൽ മലങ്കരയുടെ സത്യം. ഇപ്പൊ മലങ്കരയിൽ എന്നാണ് ഈ തുണി ഉണ്ടായത്? എന്നാണ് ഇങ്ങനെ കൂട്ടി തുന്നാൻ തുടങ്ങിയത്? എന്നാണ് ഈ വേഷവിധാനം ഉണ്ടായത്? ആരാണ് ആ പടം വരച്ചത്? 1-ാം മാർത്തോമയുടെ പടം വരച്ചത്? 1-ാം മാർത്തോമയ്ക്ക് പട്ടം കൊടുത്താരാ? അബ്ദുൽ ജലീൽ ഗ്രിഗോറിയസ് ബാവയല്ലേ? അതിനു മുമ്പ് എവിടെയാണ് ഈ 1-ാം മാർത്തോമ ഉണ്ടായിരുന്നത്? ഇതിനൊന്നും അച്ഛൻ ഉത്തരവാദില്ല. അപ്പം മലങ്കരയിലുള്ള പൗരോഹിത്യത്തിന്റെ ഉറവിടം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നാണ്. അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ നല്ല അജഗണമായിട്ട് അവിടുത്തെ ആ ശുശ്രൂഷകൾ, അവിടുന്ന് കിട്ടിയിട്ടുള്ള ലിറ്റാർജിയും അവിടുന്ന് കിട്ടിയിട്ടുള്ള സേക്രമെന്റ്സും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടുത്തെ കിട്ടിയിട്ടുള്ള നോമ്പ് ക്രമങ്ങൾ ഒബ്സർവ് ചെയ്യുകയും അവിടുന്ന് കിട്ടിയിട്ടുള്ള ലിറ്റർജിയെ സെലിബ്രേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് യഥാർത്ഥ സഭാവിശ്വാസി. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു വേഷം കെട്ടിയോണ്ട് എന്ത് പാരമ്പര്യമാണ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഇദ്ദേഹത്തിന്റെ വാദം, ഇനി ഞാൻ ഇദ്ദേഹത്തിന്റെ വാദത്തെ ഒന്ന് പരിശോധിക്കും. ഇദ്ദേഹം പറയുന്നത് 1-ാം മാർത്തോമായുടെ ഒരു ചിത്രത്തിൽ ഇതുപോലെ എന്തോ ഒന്ന് അക്ബർ ചക്രവർത്തിയുടെ വേഷം ഇന്നസെന്റ് കാണിക്കുന്ന ഒരു പറഞ്ഞ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് എന്തോ ഓതന്റിസിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ വേറൊരു ചിത്രം നിങ്ങളെ കാണിക്കാം. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ നോക്കൂ. ഇതൊരു ചിത്രം കണ്ടോ? ഈ ചിത്രം ഇത് കൊട്ടാരക്കര മാർത്തോമ പള്ളിയുടെ മുഖവാരത്തിലുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനെ കാണുന്നത് കൊട്ടാരക്കര മാർത്തോമ പള്ളിയുടെ മുഖവാരത്തിലുള്ള പത്രോസ് പൗലൂസ് സ്ലീഹന്മാരുടെ കരിങ്കല്ലിൽ കൊത്തിയ രൂപങ്ങളാണ്. കണ്ടോ? നിങ്ങൾ കണ്ടോ പത്രോസും പൗലൂസും നിൽക്കും. ഈ പത്രോസും പൗലൂസും നിൽക്കുന്ന ഈ കരിങ്കല്ലിൽ കൊത്തിയ ഈ രൂപത്തിൽ രണ്ടുപേരും ഒറ്റത്തോർത്താ കൊടുത്തിരിക്കുന്നത്. അപ്പം 1-ാം മാർത്തോമായുടെ ചിത്രത്തെക്കാളും ആധികാരികതയുണ്ട് കല്ലേ കൊത്തിയ രൂപത്തിന്. അങ്ങനെയാകുമ്പോൾ ഈ വോയിസ് ക്ലിപ്പിന്റെ ഉടമസ്ഥൻ പത്രോസും പൗലൂസും ഒറ്റമുണ്ടെടുത്ത് അല്ലെ ഒറ്റ തോർത്തെടുത്താണ് നടന്നിരുന്നത് എന്ന് വിശ്വസിക്കുവോ, വ്യാഖ്യാനിക്കുവോ, അതിനുവേണ്ടി വാദിക്കുവോ? അങ്ങനെയാണെങ്കിൽ റോമിലും കോപ്പൻഹാഗനിലും ഒക്കെ പോയി പത്രോസിന്റെ പൗലൂസിന്റെ വേഷം ഇങ്ങനെ ഒരു ഈരയുടെ തോർത്ത് കൊണ്ടെടുത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു. കാരണം ഞങ്ങളുടെ കൊട്ടാരക്കര പള്ളിയിലെ കരിങ്കല്ലേല് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കേവലം തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. പിന്നെ ചിത്രം എന്ന് പറഞ്ഞാൽ വസ്ത്രധാരണം. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫ്, ഫസ്റ്റ് ഫോട്ടോഗ്രാഫ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ 1865 മഹാരാജാവ് ആയില്യം തിരുനാളിന്റെയും അദ്ദേഹത്തിന്റെ പത്നി കല്യാണിക്കുട്ടി അമ്മയുടേതുമാണ് എന്നാ പറയപ്പെടുന്നത്. അത് 1865 ആദ്യത്തെ ഫോട്ടോഗ്രാഫ് എടുക്കുന്നത്. ആ പിക്ചർ ഒരു സായിപ്പിനെ കൊണ്ടാണ് എടുപ്പിച്ചത്. ആ പിക്ചർ എടുത്തതിന് സായിപ്പിന് അന്ന് പ്രതിഫലം കൊടുത്തത് 2001 സ്വർണ്ണ നാണയം. ഒരു പടം എടുത്തന്നെ കേട്ടോ. ഇന്ന് നിങ്ങൾ മൊബൈൽ ഫോണെ വെച്ച് ചവറ് പോലെ പടപടപടാന്ന് പടം എടുക്കുമ്പോൾ ഓർക്കണം, മലയാളി ആദ്യമായിട്ട് ഒരു പടം എടുത്തതിന് സായിപ്പിന് കൊടുക്കേണ്ടി വന്ന 2001 സ്വർണ്ണ നാണയം. 500 കിൻഡൽ കുരുമുളക്. ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോയാ. അപ്പൊ 500 കിൻഡൽ എന്ന് പറഞ്ഞാൽ 50,000 കിലോ കുരുമുളക്. 100 കിൻഡൽ ഏലക്ക എന്ന് പറഞ്ഞാൽ 10,000 കിലോ. 100 കിൻഡൽ ചുക്ക്. ഇത്രയും കൊടുത്തിട്ടാണ് ഒരു ഫോട്ടോ ആ പാവപ്പെട്ടവൻ എടുത്തു കൊടുത്തത്. ഏതാ? ആയില്യം തിരുനാളിന്. ആ ഫോട്ടോ നിങ്ങൾക്ക് കാണണ്ടേ? ഇതാ. ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് 2001 സ്വർണ്ണ നാണയവും 500 കിലോ ചുക്കും 500 കിലോ കുരുമുളകും ഇതെല്ലാം കൊടുത്തത്. ഇത്രയും കൊടുത്ത് 2001 സ്വർണ്ണ നാണയം, 500 കിൻഡൽ കുരുമുളക്, 100 കിൻഡൽ ഏലക്ക, 100 കിൻഡൽ ചുക്ക്, ഇത്രയും കൊടുത്ത് എടുപ്പിച്ച പടം കണ്ടോ നിങ്ങൾ? രാജാവാന്ന് ഓർക്കണം, മഹാരാജാവ്. അപ്പൊ ഈ മഹാരാജാവ് പോലും 1865 ഇത്രയൊക്കെ ഉള്ള ഡ്രസ്സേ ഉള്ളൂ കേരളത്തിൽ. അന്നേരമാണ്
ഈ അച്ഛൻ ഇരുന്ന് പറയുന്നത് കേരളത്തിൽ എന്തോ ഭയങ്കര പാരമ്പര്യം അലങ്കരൻ ഉണ്ടായിരുന്നെന്നും എന്തോ വിശേഷപ്പെട്ട അംശവസ്ത്രം ഉണ്ടായിരുന്നെന്നും ഇതൊക്കെ സെക്യുലർ ലോകത്തോട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർച്ചുഗീസുകാർ വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് ഈ ചവിട്ട് നാടകം നമ്മുടെ ഈ ഫോർട്ട് കൊച്ചി ഭാഗത്തൊക്കെ ഉണ്ട്. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ചവിട്ട് നാടകം കണ്ടിട്ടില്ലേ? അപ്പൊ ചവിട്ട് നാടകത്തിന്റെ വേഷങ്ങളായത്. അപ്പൊ ഈ ചവിട്ട് നാടകത്തിന്റെ വേഷം ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഓർത്തഡോക്സിലെ ബഹുമാനപ്പെട്ട കാതോലിക്ക ബാവ ഇടുന്നുണ്ട്, അതുപോലെ തൊഴിയൂരെ തിരുമേനി ഇടുന്നുണ്ട്. മാർത്തോമായിലെ ക്രിസോസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഭൂലോക കൊമേഡിയനായിട്ട് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അദ്ദേഹം അത് ഇട്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ജോസഫ് ബാവയെ അത് ഇടണം, ഇല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിന് എന്തോ വലിയ ദോഷം സംഭവിക്കുന്നതാണ് ഈ വോയിസ് ക്ലിപ്പിന്റെ ഉടമസ്ഥൻ പറയുന്നത്. നമ്മൾ തദ്ദേശീയമായിട്ടുള്ള നമ്മുടെ എല്ലാ പ്രത്യേകതകളും നമ്മൾ ഒഴിവാക്കി എന്നുള്ളതാണ്. തദ്ദേശീയമായ എല്ലാം ഒഴിവാക്കി, അതിൽ യാതൊരു സംശയമില്ല. അത് തദ്ദേശീയമായിട്ട് എന്ത് തേങ്ങാപ്പൂള ഉണ്ടായിരുന്നേ? അച്ഛൻ തദ്ദേശീയമായിട്ടൊരു 10 സെതറാതിരിക്കേ, അച്ഛൻ തദ്ദേശീയമായിട്ടൊരു പ്രാർത്ഥന ഇരിക്കും. എന്ത് തദ്ദേശീയമായി എന്തൊരു ദണ്ണമെന്ന് ഓർത്ത്. തദ്ദേശീയമായിട്ടൊന്നും ഇല്ലെന്ന്. തദ്ദേശീയമായിട്ട് മഹാരാജാവ് ഇരിക്കുന്നുണ്ടല്ലോ 1865 അതിൽ കൂടുതലാ. പിന്നെ പോർച്ചുഗീസുകാർ വന്നപ്പോൾ കൊണ്ടുവന്ന ചവിട്ട് നാടകത്തിന്റെ വേഷവിധാനങ്ങളാണ്. അത് കത്തോലിക്കരുടെ കയ്യിൽ നിന്ന് കടം കൊണ്ടു. ഇപ്പൊ കണ്ടില്ലേ, അപ്പം മുറിക്കലും അതും ഇതും ഈ കുരിശുരൂപവും കൊന്തയൊക്കെ കത്തോലിക്കരുടെ നിൽക്കുന്നവരെ കത്തോലിക്കരിൽ നിന്ന് കടം കൊണ്ടതാണിത്. അല്ലാതെ കേരളത്തിൽ അങ്ങനെ ഒരു തനത് പാരമ്പര്യമോ ഒന്നുമില്ല. മലങ്കരയുടെ സത്വബോധം അങ്ങ് ഒഴിവാക്കിയതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ഒരു സത്വവും നമ്മുടെ ഒരു പൈതൃകവുമാണ്. എല്ലാം ഒഴിവാക്കേണ്ടിയിരുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തുടരാമായിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അതുകൂടി ഒഴിവാക്കി. അപ്പോൾ അതുകൂടി ഒഴിവാക്കിയതിന്റെ ഫലമായിട്ട് നമ്മൾ പൂർണ്ണമായും ഒരു വൈദേശിക പാരമ്പര്യത്തിലേക്ക് എത്തപ്പെട്ടു. നമ്മളിപ്പോൾ പരിപൂർണമായിട്ടും മലങ്കര സഭയുടെ ഒരു സത്വബോധത്തിൽ നിന്നോ സത്വചിന്തയിൽ നിന്നോ നമ്മൾ മാറ്റപ്പെട്ടു എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകണം എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. അപ്പോൾ അതുകൊണ്ട് പുതിയ മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനവും സഭയിൽ വീണ്ടും രൂപപ്പെട്ടു വന്നപ്പോൾ അതുമായിട്ടുള്ള ചർച്ചകളിലൊക്കെ ഞാനിത് സജീവമായിട്ട് ഉന്നയിച്ച ഒരു കാര്യമാണ്. നമ്മൾ ഈ വസ്ത്രങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. മനസ്സിലായില്ലേ? ജോസഫ് ബാവയെ ഈ വിഡ്വേഷം കെട്ടിക്കാനാണ് ഇതേ ശ്രമിച്ചത്. പക്ഷെ അന്ന് ഇവരെല്ലാവരും അല്ലെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം പറഞ്ഞൊരു വലിയ വാദം എന്ന് പറയുന്നത്, നമ്മൾ തന്നെ ഇവർ ഈ ഡ്രസ്സ് ഇടുന്നതിനെ ഫാൻസി ഡ്രസ്സ് എന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ ആ വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ ഇവർ നമ്മളെ ഫാൻസി ഡ്രസ്സുകാരെന്ന് വിളിച്ച് കളിയാക്കിയിട്ട് ഇപ്പം നിങ്ങൾ വീണ്ടും ഇടുന്നില്ലേ എന്ന് ചോദിക്കും. ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കാലത്തിൻ്റെ പണ്ഡിതന്മാർ പലപ്പോഴും പലതിനെയും വ്യാഖ്യാനിക്കുന്നതും കളിയാക്കുന്നതും ഒക്കെ യാതൊരു ബേസും ഇല്ലാതെയാണ്. ഒരു ബേസും ഇല്ലാതെ ഇദ്ദേഹം വലിയ ബേസിലാണ് പറയുന്നത്. എന്ത് ബേസാ ഉള്ളത്? പറ, ബേസ് കേട്ടെ. നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമായിരുന്ന ഈ വസ്ത്രത്തെയും അതുപോലെ തന്നെ ഈ അംശവടി, അതുപോലെ തന്നെ ഈ മുടിത്തൊപ്പി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇപ്പൊ ഞാൻ ഇനിയിപ്പോ ഇവിടെ നിൽക്കാം, ഞാൻ വേറൊരു പരിപാടി ചെയ്യാം. നമുക്ക് ഒരു എക്സ്പ്ലോറേഷൻ നടത്താം. ഇപ്പൊ ഇത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു സംഭവമാണ്. ഇതാണ് നമ്മൾ പൊതുവെ ഗൂഗിൾ അമ്മായി എന്നറിയപ്പെടുന്നത്. ഗൂഗിളിൽ പോയിട്ട് നമുക്കൊരു പണി ചെയ്യാം. ചവിട്ട് നാടകം എന്ന് അങ്ങോട്ട് സെർച്ച് ചെയ്യാം. ചവിട്ട് നാടകം മീനിങ് സ്റ്റോമ്പിംഗ് ഡ്രാമ is a vibrant Christian art that originated in Kochi, Kerala, India during the 16th century with influences from European opera. അപ്പോൾ യൂറോപ്യൻ ഓപ്പറയുടെ ഇൻഫ്ലുവൻസിൽ കേരളത്തിൽ പോർച്ചുഗീസുകാർ കേരളത്തിൽ ഒരു വെടിമരുന്ന് ശാലയും ഒരു വെടിമരുന്ന് തെരുവും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. അതേ തുടർന്ന് അവർക്ക് ആസ്വദിക്കാൻ വേണ്ടി അവർ സ്റ്റോമ്പിംഗ് ഡ്രാമ ആവിഷ്കരിച്ചു. അപ്പൊ നമുക്ക് അത് മനസ്സിലായി. ഇനി ഇതിന്റെ ഇമേജസ് നിങ്ങൾക്കറിയാലോ, ഗൂഗിളിൽ അടിച്ചിട്ട് ഇമേജസ് നോക്ക്. ഇതാണ് ചവിട്ട് നാടകത്തിന്റെ ഇമേജസ്. അപ്പം കാണുന്നുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് കാണാം അല്ലേ? അയ്യോ, ഇതാണ് പിടി. കണ്ടാ, ഇത് എവിടുന്നാ വന്നെന്ന് ഇതിന്റെ ഒറിജിനലൊക്കെ മനസ്സിലായല്ലോ. ഇതൊരു ചവിട്ട് നാടകത്തിന്റെ വേഷമാണ്. ഇതല്ലാതെ മലങ്കര സഭയുടെ സത്വോ തേങ്ങാക്കൊല്ലി ഒന്നുമല്ല. അപ്പൊ അങ്ങനെ ആകുമ്പം അച്ഛൻ ഇതും വെച്ചിട്ട് ഈ ചില ആളുകൾ ഈ പുറത്തൂടെ നടത്തുന്ന ഈ പ്രദർശനത്തിനൊക്കെ ചില അച്ഛന്മാർ ഇത്തിരി മുതലവായും തൊപ്പിയൊക്കെ വെച്ച് മണ്ടാട്ടുള്ളിയിൽ അച്ഛന്മാരൊക്കെ അങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരു പൗരോഹിത്യ വേഷമോ സുറിയാനി സഭയുടെ പാരമ്പര്യമോ ഒന്നുമല്ല. അതൊന്നും വെച്ചോണ്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ കത്തോലിക്കരുടെ അരളിക്ക വിളിച്ചിങ്ങനെ പോകുന്നതാണ്. മണ്ടാട്ടുള്ളിയിലെ പ്രദർശനം പോകുമ്പോൾ കത്തോലിക്ക അരളിക്ക വെച്ചോണ്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ സ്ലീബ വെച്ചാണ് വാഴ്ത്തേണ്ടത്. സ്ലീബായുമായിട്ട് സുറിയാനി സഭയുടെ അംശവസ്ത്രങ്ങൾ ധരിച്ച് സ്ലീബ വെച്ച് ജനത്തെ ആശീർവദിക്കാൻ ത്രാണില്ല. കത്തോലിക്ക ഇൻഫ്ലുവൻസ് ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പൊ അത് വീണ്ടും തോന്നുകയാണ് ഈ ചവിട്ട് നാടകത്തിന്റെ വേഷം കൊള്ളാം, അത് ഇടണമെന്ന്. അപ്പൊ എന്തൊരു നമുക്കുള്ള ആത്മവിശ്വാസമില്ലായിക, അല്ലെങ്കിൽ സത്വബോധമില്ലായിക, അല്ലെങ്കിൽ ഐഡന്റിറ്റി ക്രൈസിസ്, ഇതൊക്കെയാണ്. ഈ ക്ലിപ്പ് നിങ്ങൾ എല്ലാവരും കേൾക്കണം കേട്ടോ. വളരെ നല്ല ക്ലിപ്പാണ്. ചെറിയ പ്രശ്നങ്ങൾ മനപ്രയാസമൊക്കെ വരുമ്പോൾ കേട്ട് സന്തോഷിക്കാൻ പറ്റിയൊരു ക്ലിപ്പാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ മറ്റൊരു ചർച്ചയിൽ അത് പറഞ്ഞതാണ്. അതായത് മലങ്കരയിൽ മുടിത്തൊപ്പി ആദ്യമായിട്ട് കാണുന്നത് മത്തങ്ങാത്തൊപ്പി, മുടിത്തൊപ്പിയല്ല മത്തങ്ങാത്തൊപ്പി നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് പത്രോസ് പത്രീസ്വായുടെ കാലത്താണ്. അതിന് മുമ്പ് മത്തങ്ങാത്തൊപ്പി ധരിച്ചിട്ടില്ല ആരും. അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് മാർത്തോമ സഭയിലോ തൊഴിയൂർ സഭയിലോ ഇപ്പോഴും മെത്രാച്ചന്മാർ മത്തങ്ങാത്തൊപ്പി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. പകരം അവർ ഈ മുതലവായൻ തൊപ്പി എന്ന് പറയുന്ന തൊപ്പി, അല്ലെങ്കിൽ വെട്ടുതൊപ്പി എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള തൊപ്പികളാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ പാരമ്പര്യം. ഇതിലിപ്പോൾ മാർത്തോമ ഒന്നാമൻ തലയിൽ ധരിച്ചിരിക്കുന്ന തൊപ്പി അത് തന്നെയാണ്, യാതൊരു സംശയമില്ല. പത്രോസ് പൗലോസ് ശ്ലീഹന്മാർ, പ്രിയപ്പെട്ടവരെ, തോർത്തുമുണ്ടെടുത്താണ് നടന്നിരുന്നത്. തോർത്തുമുണ്ട് തെളിവ് കൊട്ടാരക്കരയിലെ കൽപ്രതിമകളെ നോക്കി എന്ന് ഗവേഷകൻ
അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഇത്രമാത്രം ഗതികേടിലാണ് സംഗതികൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ തമാശകൾ തുടരും.